السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 64-ാമത്തെ അധ്യായം സൂറത്തു തഗാബുനിലെ 12 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി പ്രസ്തുത അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ആ ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ച എന്നോണമാണ് ഇന്നത്തെ 13, 12, 13, 14 ക്ലാസ്സുകളിൽ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലെ 12-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأطيعوا الله وأطيعوا الرسول فإن توليتم فإنما على رسولنا البلاغ المبين. ഇതാണ് 12-ാമത്തെ ആയത്ത്. വഅതിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. വഅതിഉർ റസൂല, നിങ്ങൾ റസൂലിനെയും അനുസരിക്കുക. ഫഇൻ തവല്ലൈതും, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നു എങ്കിൽ ഫഇന്നമാ അലാ റസൂലിന, നമ്മുടെ ദൂതന്റെ മേലുള്ള ബാധ്യത അൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം എത്തിച്ചു കൊടുക്കൽ മാത്രമാകുന്നു എന്നതാണ്. വളരെ കൃത്യമായി, വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം വ്യക്തമായി അള്ളാഹു നമ്മോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. ഇനി നിങ്ങൾ അനുസരിക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം, നിങ്ങൾ അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. ഈ കാര്യങ്ങൾ എത്തിച്ചു തരാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരുടെ ബാധ്യത അത് എത്തിച്ചു തരിക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅതിഉല്ലാഹ വഅതിഉർ റസൂല, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. അപ്പൊ നമുക്കറിയാം, അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് അഥവാ സന്മാർഗം നമുക്ക് ലഭിക്കാനുള്ള 1-ാമത്തെ ഉപാധി വിശ്വാസം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ സാക്ഷാത്കാരം സാധ്യമാകുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിലൂടെയാണ്, അഥവാ അവരുടെ കൽപ്പനകൾ പിൻപറ്റുന്നതിലൂടെയാണ് വിശ്വാസം എന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ ആദ്യത്തിൽ അള്ളാഹു പറയുന്നത് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അതേപോലെ തന്നെ ദൂതനെയും അനുസരിക്കുക എന്ന് കൃത്യമായി അള്ളാഹു ഇവിടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, അതിനുശേഷം അള്ളാഹു പറയുന്ന ഒരു കാര്യം ഒരു താക്കീതാണ്. ഫൈൻ തവല്ലൈതും, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം ഫഇന്നമാ അലാ റസൂലിന,
നമ്മുടെ ദൂതന്റെ മേലുള്ള പ്രവാചകന്റെ മേലുള്ള ബാധ്യത അൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം ഇതെത്തിച്ചു തരിക എന്നുള്ള ബാധ്യത മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ മനുഷ്യർക്ക് അഥവാ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതിനു മാത്രമാണ് ഈ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. ഒരാളെ സന്മാർഗത്തിലാക്കാനുള്ള അധികാരമോ അതല്ലെങ്കിൽ അതിനുള്ള കഴിവോ പ്രവാചകന്മാർക്കില്ല. അത് നിശ്ചയിക്കുന്നതും ആർക്ക് സന്മാർഗം നൽകണമെന്ന് തീരുമാനിക്കുന്നതും അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യമായി അറിയേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രവാചകന്മാർ വിചാരിച്ചാൽ പോലും അവരുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. മറിച്ച് അവരുടെ മേൽ അള്ളാഹു നൽകിയിട്ടുള്ള ബാധ്യത അള്ളാഹു പറയുന്ന കാര്യങ്ങൾ അതാതു കാലങ്ങളിലെ ജനങ്ങൾക്ക് അവരെത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ നമ്മിലേക്ക് വന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ ബാധ്യത എന്ന് പറയുന്നതും അതുമാത്രമാണ്. എന്ത്? അള്ളാഹുവിന്റെ കാര്യങ്ങൾ മനുഷ്യർക്ക് എത്തിച്ചു നൽകുക. എന്നാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, മുമ്പ് വന്ന പ്രവാചകന്മാർ ആരുമാകട്ടെ, അവരിഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാൻ അവർക്കാർക്കും അധികാരമില്ലെന്ന് മാത്രമല്ല, അതിനുള്ള കഴിവോ അതിനുള്ള പവറോ അവർക്കില്ല. ഇതാണ് അള്ളാഹു കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായി എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പ്രത്യക്ഷമായി എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. വളരെ കൃത്യമായ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന അനവധി ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിനെ സന്മാർഗത്തിലാക്കാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചില്ല. അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ലല്ലോ. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മകനെ ഹിദായത്തിലാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നിട്ട് പോലും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിക്കുകയുണ്ടായില്ല. ഇതെല്ലാം ഖുർആൻ പറയുന്ന വസ്തുതകളാണ്. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ ഇണയെയോ, അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ ഇണയെ നേർമാർഗത്തിലാക്കാൻ സാധിച്ചില്ല എന്നതും ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനെ ഏറെ സഹായിക്കുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്ത പിതൃവ്യൻ അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബ് മരണശയ്യയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു. പക്ഷെ അദ്ദേഹം ചൊല്ലിയില്ലല്ലോ. നബി തിരുമേനിക്ക് അദ്ദേഹം ഒന്ന് ഹിദായത്തിലായി കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഈ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തത്. പക്ഷെ അദ്ദേഹം ചൊല്ലിയില്ലല്ലോ. വളരെ വ്യസനത്തോടെ ആ വീട്ടിൽ നിന്ന് പ്രവാചകൻ ഇറങ്ങി വരുമ്പോൾ അള്ളാഹു പ്രവാചകന് ഒരായത്ത് അവതരിപ്പിക്കുകയാണ്. ആ ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു പറയാട്ടോ. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പ്രവാചകന്റെ അങ്ങേയറ്റത്തെ ദുഃഖം അള്ളാഹു കാണുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹു ആ പ്രവാചകനോട് പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. വലാകിന്നല്ലാഹ, പക്ഷേ അള്ളാഹു യഹ്ദി, അവൻ ഹിദായത്തിലാക്കുന്നു, സന്മാർഗത്തിലാക്കുന്നു, മയ്യശ, അവൻ ഉദ്ദേശിക്കുന്നവന്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പോലും അവരിഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാനുള്ള പവർ, അധികാരം അവർക്കില്ല. അതെല്ലാം നിശ്ചയിക്കുന്നതും ഹിദായത്ത് നൽകുന്നതും അള്ളാഹുവിന് മാത്രം അധികാരമുള്ള ഒരു കാര്യം. പിന്നെ എന്തിനാണ് പ്രവാചകന്മാർ? അള്ളാഹുവിന്റെ നേർമാർഗം ഇന്നതാണ് എന്ന് എല്ലാ കാലത്തിലെയും മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇന്നത് ദുർമാർഗമാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഫൈൻ തവല്ലയിത്തും, ഇനി ഈ പ്രവാചകന്മാരെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അത് കാരണം നിങ്ങളിലേക്ക് വന്ന, നിങ്ങളോട് പ്രബോധനം ചെയ്യുന്ന ആ പ്രവാചകന്മാർക്ക് യാതൊന്നും വരാനില്ല. അതിന്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്.
നബിമാരുടെ പ്രവാചകന്മാരുടെ ബാധ്യത എന്താണ്? ഈ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അഥവാ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള. ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഈ ആയത്തിന് നേർക്ക് നേരെയുള്ള അർത്ഥം എന്നറിയും. അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല, ഇല്ലാഹുവ അവനൊഴികെ. അപ്പോ അല്ലാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധ്യനായിട്ടുള്ളവൻ എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തത്വം, അതാണല്ലോ എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിലേക്ക് പ്രബോധനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമമായതുമായ കാര്യം. ആ ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ വിശ്വസിക്കുക, അത് നിങ്ങൾ അംഗീകരിക്കുക. വഅലല്ലാഹി, ആ അള്ളാഹുവിന്റെ മേൽ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അവനിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ നമുക്കറിയാം, ഈ എല്ലാ തരം ആരാധനകളും, നിസ്കാരം, നോമ്പ്, മറ്റുള്ള ഹജ്ജ്, ഏതൊരു ഇബാദത്താകട്ടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ അവ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തൊന്ന് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് എന്തു വേണം? ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരാധനകളുടെ എല്ലാ ഇനങ്ങളും, പ്രാർത്ഥന, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, തവക്കുൽ, നേർച്ച, ബലി തുടങ്ങിയ എല്ലാ ആരാധനകളും നിങ്ങൾ അവന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന ആ മൗലിക സന്ദേശമുണ്ടല്ലോ, ആ മൗലിക സന്ദേശത്തോടൊപ്പം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മറ്റു കാര്യങ്ങളും നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ അംഗീകരിക്കുക. മാത്രമല്ല, ഇനി ആരിലെങ്കിലും, അഥവാ നിങ്ങൾ കാര്യങ്ങൾ മറ്റാരുടെയെങ്കിലും മേലാണ് ഭരമേൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കാര്യങ്ങളും അവരുമായി നിങ്ങൾ പോവുക. എന്നാൽ സത്യവിശ്വാസികൾ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിൽ മാത്രമേ ഭരമേൽപ്പിക്കുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഇവിടെ തവക്കുലിനെ കുറിച്ചാണ് പറയുന്നത്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ കാര്യം പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നൊക്കെ പല പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ തവക്കുൽ എന്നത്, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു വാഹനത്തിൽ, ഒരു ബസ്സിൽ, പൊതുവാഹനത്തിൽ ഒരു ബസ്സിൽ കയറിയാൽ അതിന്റെ മുമ്പിൽ, മിക്ക ബസ്സിന്റെ മുമ്പിൽ ഉണ്ടാവും എന്ത്? തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ എഴുതി വെക്കലോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഏതൊരു സന്ദർഭത്തിലും നമ്മുടെ കാര്യങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ആ ബസ് തന്നെ ഒരു അപകടത്തിൽപ്പെട്ടാൽ പലപ്പോഴും ആളുകൾ വിളിക്കുന്നത്, തേടുന്നത്, പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ ആയിരിക്കുകയില്ല. എത്രയോ സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മൾ തന്നെ അതിന് സാക്ഷികളായിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ എഴുതി വെക്കുക എന്നതല്ല, നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തവക്കുൽ എന്നത് ആരാധനയുടെ സുപ്രധാനമായ ഒരു ഭാഗമാണ്, ഒരു കാര്യമാണ്. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ അത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നുള്ളത് കൊണ്ട് തന്നെ തവക്കുൽ എന്നുള്ളത് അങ്ങനെ തന്നെ അനുവാദമുള്ളൂ, അങ്ങനെ പാടുള്ളൂ. ഖുർആൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വതവക്കൽ അലൽ ഹയ്യ്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, അലൽ ഹയ്യിൽ ഖയ്യൂം, അല്ലദീ ലാ യമൂത്ത്, അല്ലെങ്കിൽ ഒരിക്കലും മരിക്കാത്ത, എന്നൊന്നും ജീവിക്കുന്ന അള്ളാഹുവിൽ അവർ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്തു, അല്ലദീ ലാ യമൂത്തു, അവിടെയാണ് തവക്കുൽ അർപ്പിക്കാൻ ബാധ്യതപ്പെട്ടവർ അത് അള്ളാഹുവിലാണ് എന്ന് മനസ്സിലാക്കി ആ അള്ളാഹുവിന്റെ വിശേഷണം, മറ്റാർക്കുമില്ലാത്ത വിശേഷണം, അതെന്താ? അല്ലദീ ലാ യമൂത്തു, മരിക്കാത്തവന്റെ മേൽ. ബാക്കി എല്ലാവരും മരിക്കുമല്ലോ, ബാക്കി എല്ലാം നശിക്കുമല്ലോ. അതൊരു വലിയാണെങ്കിലും നബിയാണെങ്കിലും മറ്റാരാണെങ്കിലും എല്ലാവരും മരണപ്പെടും.
കുല്ലുമൻ അലൈഹ ഫാൻ, അല്ലെ? എല്ലാവരും നശിക്കും, അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമെല്ലാം. അപ്പൊ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് ആരുടെ മേലാണ്? ഒരു തർക്കത്തിനും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അള്ളാഹു പറയുന്നത് എന്താ? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂതു, ഒരിക്കലും മരിക്കാത്തവന്റെ മേൽ നിങ്ങൾ എന്ത് ചെയ്യുക? തവക്കുൽ, നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ്. ആ ഒന്നിലും അഥവാ മറ്റൊന്നിലും, ഒരു വ്യക്തിയിലോ ശക്തിയിലോ വലിയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചരടിലോ നൂലിലോ ഒന്നിലും നമ്മൾ കാര്യങ്ങൾ തവക്കുൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ തവക്കുൽ ചെയ്താൽ നമ്മൾ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ അള്ളാഹുവിന് നൽകേണ്ട ഒരു ആരാധന അത് മറ്റൊരാൾക്ക് സമർപ്പിക്കുന്നു. അത് ചിലപ്പോൾ ഒരു നൂലിന്റെ മേലാവാം, ഒരു ചരടിന്റെ മേലാവാം, ഒരു വലിയന്റെ മേലാവാം, ഒരു പിന്നെ ഏതെങ്കിലും മറ്റൊരു വ്യക്തിയുടെ മേലാകാം. പക്ഷേ അതാണ് കൊടിയ ശിർക്ക് എന്ന് പറയുന്നത്. കാരണം അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിന്റെ മേലാണ്. മാത്രമല്ല ഒരുപാട് പ്രാധാന്യവും ഒരുപാട് പവിത്രതയുമുള്ള ഒരു കാര്യമാണ് ആരാധന അല്ലെങ്കിൽ തവക്കുൽ എന്ന് പറയുന്നത്. തവക്കുൽ എന്ന ആരാധന അതൊരു ആരാധനയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70,000 ബിഗൈരി ഹിസാബ്, എന്റെ ഉമ്മത്തിലെ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് ആരാണ് 70,000? അവരുടെ വിശേഷണങ്ങൾ 3 എണ്ണമാണ് നബി തിരുമേനി പറഞ്ഞത്. അതെന്താണ്? ഒന്ന്, ആ ആളുകൾ അവരുടെ വിശേഷണം ഒന്നാമത്തേത് ലാ യസ്തർഖൂന, അവർ മന്ത്രിച്ചൂതാൻ ആവശ്യപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ആളുകളോട് എൻ്റെ ഒരു അസുഖം, എൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറാൻ എന്നെ ഒന്ന് മന്ത്രിച്ചൂതി തരണേ എന്ന് ആവശ്യപ്പെടാത്തവരാണ്. കാരണം എന്താ അറിയോ? മന്ത്രം എന്നുള്ളത് നിയമമായ ഇസ്ലാമിലുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നെ ഖുർആൻ ആയത്തുകളോ അതല്ലെങ്കിൽ ഖുർആൻ വചനങ്ങളൊക്കെ അല്ലെങ്കിൽ സൂറത്തുകളൊക്കെ ഓതി ഞാൻ എൻ്റെ കയ്യിൽ ഊതി എൻ്റെ ശരീരത്തിൽ തടവുക, അതാണ് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതല്ലാതെ ആളുകൾക്ക് അക്ഷരങ്ങളില്ലാതെ കേവലം ശബ്ദമുണ്ടാക്കി എന്തെങ്കിലും ചെയ്യുന്ന ഒരു വിദ്യയല്ല, അതൊരു ആരാധനയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക, എന്നിട്ട് നമ്മുടെ കൈകളിൽ തന്നെ ഊതിയിട്ട് അത് ശരീരത്തിൽ തടവുക. ഇതാണ് ഇനി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണ്. എന്നാൽ വേറെ ഒരാളോട് എന്നെ ഒന്ന് മന്ത്രിച്ചു തരണേ, എൻ്റെ അസുഖം മാറാൻ അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ നീങ്ങാൻ അങ്ങനെ ആവശ്യപ്പെടുക, എന്നിട്ട് അതിന് ആളുകൾ കാശ് വാങ്ങുക, അതൊരു വ്യവസായമാക്കുക, അതൊരു കച്ചവടമാക്കുക, അങ്ങനെ ഭക്ഷണം കഴിക്കുക, അത് നിഷിദ്ധമാണ്, അത് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിചാരണ കൂടാതെ എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതിന് കുറെ വിശദീകരണം ഉണ്ട്. 70,000 എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പക്ഷെ അവരുടെ ഒരു 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലാ യസ്തർഖൂന, അവർ ഊതാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂന, അവർ ശകുനം നോക്കാത്തവരാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അന്ന് എൻ്റെ മോശമായത് കണ്ട, അല്ലെങ്കിൽ ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിലങ്ങടിച്ചു പോയാൽ ആ യാത്ര മോശമാണ്, അന്നത്തെ ദിവസം മോശമാണ് എന്നൊക്കെ ശകുനം നോക്കി. അതല്ലെങ്കിൽ പക്ഷി അതിൻ്റെ മാളത്തിൽ നിന്ന് പറക്കുന്നത് ഇടതുഭാഗത്തേക്ക് പറന്നാൽ അങ്ങനെ കണ്ടാൽ അന്ന് ദുശകുനമാണ് എന്നും, വലതുഭാഗത്തേക്ക് പറക്കുന്നത് കണ്ടാൽ അന്ന് പിന്നെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം നിഷിദ്ധമാക്കിയിട്ട് പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, ഈ ശകുനം നോക്കുക എന്നത് തന്നെ ശിർക്കാണ് എന്ന് കർശനമായി അത് വിലക്കുകയും അത് നിഷിദ്ധമാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യതതയ്യറു, അവർ ശകുനം നോക്കാത്തവരാണെന്ന് പറഞ്ഞാൽ ശകുനം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാത്തവരാണ്. മൂന്നാമത്തേത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അതാണ് നമ്മുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വിഷയം. അവർ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ 3 വിശേഷണങ്ങളാണ് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്നവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇന്ന് നമ്മൾ വായിച്ച 3-ാമത്തെ ആയത്ത്,
يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. ഈ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? നേർക്ക് നേരെയുള്ള അർത്ഥം, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറൂഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. ഇതൊരു താക്കീതായിട്ട് നൽകുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചു പറയാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ മുമ്പായി, വിശദീകരിക്കുന്നതിന്റെ മുമ്പായി ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു പശ്ചാത്തലം തഫ്സീറുകളിൽ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഇത് മനസ്സിലാകും. അതായത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിനു ശേഷം മക്കയിലുള്ള പുതിയ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില ആളുകൾ, ആ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർക്ക് തോന്നി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വിജ്ഞാനം നേടണം. കാരണം ഇസ്ലാം സ്വീകരിച്ചാൽ മാത്രം പോരല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം, അതിനുവേണ്ടി മദീനയിൽ പോയി അറിവ് നേടണം എന്നൊക്കെ അവർ തീരുമാനിച്ചപ്പം അവരുടെ മക്കയിൽ ആണല്ലോ അവര്. അപ്പൊ അവരുടെ കുടുംബങ്ങളും മക്കളൊക്കെ എന്തു ചെയ്തു? അവരെ വിട്ടുപോകുന്നതിന് അവർ ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല അവർ പോകാൻ അനുവദിച്ചതുമില്ല. അങ്ങനെ അവർക്ക് പോകാൻ സാധിച്ചില്ല, മദീനയിലേക്ക് അറിവ് നേടാൻ സാധിച്ചില്ല. പിന്നെ കുറെ കഴിഞ്ഞ് അവർ മദീനയിൽ വന്നപ്പോൾ മദീനയിലുള്ള ആളുകളൊക്കെ ഒരുപാട് വിജ്ഞാനം നേടി, അറിവ് നേടി, അവഗാഹം നേടിയിരിക്കുന്നു. അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടമായി. തങ്ങൾക്കത് നേടാൻ കഴിഞ്ഞില്ലല്ലോ, തങ്ങളുടെ കുടുംബങ്ങളല്ലേ അതിന് തടസ്സമായത്, തങ്ങളുടെ മക്കളല്ലേ മദീനയിലേക്ക് വരാൻ അനുവദിക്കാതിരുന്നത്, അതുകൊണ്ട് അവരെ ശിക്ഷിക്കണം, അവരെ ഞങ്ങൾ ശിക്ഷിക്കും എന്നൊരു വിചാരം, ഒരു തീരുമാനം അവരെടുത്തു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നതാണ്. അതിന്റെ ബാക്കി ഭാഗം കൂടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എന്താണ്? വഇൻ തസ്ഫഹു വഇൻ തഅഫു വതസ്ഫഹു, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും അതേപോലെ തന്നെ മാപ്പ് നൽകുകയും വതഗ്ഫിറു, അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു എങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും അതുപോലെ തന്നെ കാരുണ്യവാനുമാണ്. അപ്പൊ ഇതാണ് അതിന്റെ സന്ദർഭം. തങ്ങൾക്ക് വിജ്ഞാനം നേടാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള, അപ്പൊ ഇതില് നിങ്ങൾ അവരെ ശിക്ഷിക്കണം എന്നൊരു തീരുമാനം, വിചാരമുണ്ടായപ്പം അള്ളാഹു പറയാണ് അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുക, അള്ളാഹു നിങ്ങൾക്കും പുറത്തു തരും, വിട്ടുവീഴ്ച തരും. അപ്പൊ ഇവിടെ എന്താണ്? നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് പരീക്ഷണം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാണ്, നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം എന്നറിയോ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴും, അവന്റെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് എപ്പോഴും അവന്റെ പല നന്മകൾക്കും തടസ്സമാകുന്നത് ഒരുപക്ഷെ അവന്റെ മക്കളും അവന്റെ കുടുംബങ്ങളും ആയിരിക്കും. കാരണം അവരുടെ ജീവിതത്തിനും അവരുടെ ഭൗതികമായ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇയാൾ കഷ്ടപ്പെടുകയും അങ്ങനെ അധ്വാനിക്കുകയും അതിനുവേണ്ടി മാത്രം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരുപക്ഷെ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ കൂടുതൽ സമയം ദുന്യാവിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പൊ പലപ്പോഴും അവർക്ക് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട പല നന്മകളും ചെയ്യാതിരിക്കാൻ അവർക്ക് ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അത് വലിയ നഷ്ടമാണ് പരലോകത്തെ സംബന്ധിച്ച് അവർക്കുണ്ടാക്കുന്നത്. ഇപ്പൊ ദാനം ധാരാളമായി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അതിന് നിരുത്സാഹപ്പെടുത്തുന്ന മക്കളോ അല്ലെങ്കിൽ അതിനെ സമ്മതിക്കാത്ത ഭാര്യയോ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ അധികരിക്കുമ്പോൾ ആ ഭർത്താവ് എന്ത് ചെയ്യും? ആ ഗൃഹനാഥൻ അതിനുവേണ്ടി കൂടുതൽ സമയം അധ്വാനിക്കേണ്ടി വരും. അതും അയാളുടെ പരലോകത്തേക്കുള്ള നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളെ, സമയങ്ങളെ ഇല്ലായ്മ ചെയ്യും. അതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇങ്ങനെ ആ ഗൃഹനാഥന് അല്ലെങ്കിൽ ആ ഭർത്താവിന് എന്ത് ചെയ്യുന്നു? അവന്റെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും ആ കുടുംബം അവനെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാലോ, പലപ്പോഴും അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കുടുംബങ്ങളുടെ ആവശ്യങ്ങളും അങ്ങനെ എത്രയോ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്. സാധാരണ ജീവിതം അല്ലെങ്കിൽ കിട്ടുന്നതിനനുസരിച്ച് ചെലവഴിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത
ഒരു ഗൃഹനാഥയാണ് എങ്കിൽ, കഴിയാത്ത മക്കളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ്. ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ അറിയോ, നമ്മൾക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കവിത ഇങ്ങനെയാണ്: വേദശാസ്ത്ര പുരാണാദി ബോധമല്ല സമർത്ഥത, വരവിങ്കൽ കവിഞ്ഞുള്ള ചെലവില്ലായികയാണത്. അപ്പം വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ നല്ല അറിവുണ്ടാവുക എന്നുള്ളതല്ല സാമർഥ്യം എന്ന് പറയുന്നത്, മറിച്ച് വരവിന്റെ ഓവറായിട്ട് ചെലവ് ഇല്ലാതെ അതിനെ ക്രമീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സാമർഥ്യം എന്ന് പറയുന്നത്. ഇത് ഗൃഹനാഥകൾ അഥവാ വീട്ടുകാരികൾ കൃത്യമായി അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഥവാ ഇതില് പലപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നതൊക്കെ ആ കാരണം കൊണ്ടാവാം എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് ഈ കാര്യം അള്ളാഹു പറയുന്നത്. കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ ഈ ക്ലാസിന്റെ നോട്ടിൽ നൽകിയിട്ടുണ്ട്, ഹദീസുകളും ഒക്കെ. അപ്പൊ നിങ്ങൾ നോട്ടിന്റെ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ടുള്ള ആളുകൾ അവർക്ക് ആ നോട്ട് നോക്കി കൂടുതൽ വായിക്കുക, മനസ്സിലാക്കുക. ആധികാരികമായി ഹദീസ് കൃത്യമായി അർത്ഥസഹിതം അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക, നമ്മുടെ മക്കൾക്ക് നൽകുക. അങ്ങനെ ഖുർആനിനെ കൂടുതൽ നല്ല രീതിയിൽ നേർക്കുനേരെ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.